ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇലയുടെയാണ്. നമ്മൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇലയുടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് തേങ്ങ ചിരികിയതും ഉണ്ട ശർക്കരയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് പൊടി കുഴയ്ക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ശകലം ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഞാൻ 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ശകലം ചെറിയ ജീരകവും 3-4 ഏലക്ക അതിലേക്ക് ചതച്ചിടുക. അതിനുശേഷം അത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഇലയെടുത്ത് ഇലയ്ക്കകത്ത് പരത്തി മധുരവും ആവശ്യത്തിന് ചേർത്ത് നമ്മൾ മടക്കി നല്ലപോലെ പരത്തണം. കട്ടി കുറച്ച് പരത്തണം, എന്നാലേ നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളത്തില്ല, ടേസ്റ്റ് കുറയും. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയതിന് ശേഷം ആവശ്യത്തിന് മധുരം അതിലേക്ക് വെക്കുക. തേങ്ങയും ഉണ്ട ശർക്കരയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ അതിലേക്ക് നിരത്തി വെക്കുക. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ മധുരം, അതനുസരിച്ച് നമ്മൾ അതിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം നമ്മളത് ഇല നല്ലപോലെ നിരത്തണം. ആവശ്യത്തിന് മധുരവും തേങ്ങയും ചേർത്ത് അതിനുശേഷം ഇല മടക്കി ഇഡ്ഡലിക്കുട്ട അടപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് വെക്കുക. എല്ലാം മാവും ഓരോ ഇലകളിലാക്കി അതുപോലെ മടക്കി അതിനകത്ത് വെച്ചതിന് ശേഷം ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ അടപ്പെടുത്ത് നന്നായിട്ട് അടച്ച് അടപ്പേ വെച്ച് തീയരിച്ച് ഇപ്പം നമ്മുടെ ഇലയുടെ വെന്തിരിക്കുന്നു. അതോടെ നമ്മുടെ ഇലയുടെ റെഡി ആയിരിക്കുകയാണ്.